പക്ഷേ ഇവരുടെ പ്രവർത്തനം കൊണ്ട് മരിച്ചുപോയ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അവരുടെ 2 കുട്ടികളും ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയല്ലേ. അവർക്കുണ്ടായിട്ടുള്ള മാനഹാനിയെ കുറിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ ഭരണ പാർട്ടിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പിന്തുണ, ഇവിടുത്തെ ഭരണ പാർട്ടി അവരെ ഒന്നും ചെയ്യില്ല എന്നുള്ള അവരുടെ ധാർഷ്ട്യം. ഈ വിഷയം ഇത്രയേറെ ചർച്ചയായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളാണ്. പൊതുജനങ്ങൾ ഇതിനകത്ത് ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് ശക്തമായ നിലപാടെടുക്കേണ്ടി വന്നത്. PP ദിവ്യ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മാധ്യമങ്ങൾ തനിക്കെതിരെ വ്യാജ വാർത്തകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കാൻ KM ഷാജൻ സാറുണ്ട്. സാർ നമസ്കാരം. അപ്പൊ PP ദിവ്യ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മാധ്യമങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾക്കെതിരെ. എന്തിനാ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്? കാരണം കമന്റ് ബോക്സിൽ ഒരുപാട് പേര് PP ദിവ്യക്കെതിരെ കൊണ്ടാളിയിടുകയാണെന്ന്. അതായത് ഇത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെയും എന്റെ കുടുംബത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതായി വാസ്തവ വിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമർച്ചവർക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ അത് പ്രചരിപ്പിച്ചവർക്കും എതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇത് യഥാർത്ഥത്തിൽ ഇതിന് ഏറ്റവും വലിയൊരു ഫലിതം എന്നുള്ള നിലയിൽ ഇത് ഏറ്റവും ക്രൂരമായൊരു ഫലിതം എന്ന് വേണം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ. ഇപ്പൊ ഇവർക്കെതിരെ, അവരെ അപമാനിച്ചവർക്കെതിരെ, ഇവർക്കെതിരെ അപകീർത്തികരമായ വാർത്ത കൊടുത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണല്ലോ ഈ സ്ത്രീ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ എന്താണ് ചെയ്തത്? നമ്മൾ അതിനെക്കുറിച്ചല്ലേ ആലോചിക്കുന്നത്. ഒക്ടോബർ 14 വൈകിട്ട് 3:30 കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന ഒരു സ്വകാര്യ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണം പോലുമില്ലാതെ ഒരു മാധ്യമ പ്രവർത്തകനെയും കൂടെ വിളിച്ചു കൊണ്ടുവന്ന് സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ, അയാളുടെ മേലുദ്യോഗസ്ഥന്മാരും അയാളുടെ സഹപ്രവർത്തകരും കീഴുദ്യോഗസ്ഥന്മാരും ഇരിക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് അയാളെ തലങ്ങും വിലങ്ങും ക്രൂരമായി അധിക്ഷേപിച്ച് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വനിത ഉളുപ്പില്ലാതെ വന്നുകൊണ്ട് അവരെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ അധിക്ഷേപിച്ച അവർക്കെതിരെ നടപടിയെടുക്കും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ സുഹൃത്തുക്കളെ, അവരിതൊക്കെ പറയുമ്പോൾ അവർക്ക് മാനഹാനി ഉണ്ടായി എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. ഇനി അവർക്ക് മാനഹാനി ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ അവർക്ക് മാനഹാനി ഉണ്ടായി എന്ന് വിചാരിക്കുമ്പോഴും അവർ ജീവനോടെ നമ്മുടെ ഇടയിൽ ഇല്ലേ? അവർ ജീവനോടെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണല്ലോ. എന്നാൽ അവരുണ്ടാക്കിയ മാനഹാനി കൊണ്ട് എന്താ സംഭവിച്ചത്? അവരുണ്ടാക്കിയ മാനഹാനി കൊണ്ട് സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും മരണപ്പെട്ടു എന്ന് തെളിഞ്ഞു എന്ന് വേണേൽ അവർക്ക് ചോദിക്കാം. പക്ഷെ മരണപ്പെട്ട കേസിലെ ഒരു പ്രതിയല്ലേ അവര്. പ്രഥമ ദൃഷ്ടി അവർക്കെതിരെ തെളിവുണ്ടെന്നല്ലേ ഇത് തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധിയിൽ വന്നിട്ടുള്ളത്. അവർ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു, അവർ സൂയിസൈഡിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, അബറ്റ് ചെയ്തു എന്നല്ലേ കോടതി വിധിയിൽ പറയുന്നു. അപ്പൊ അവരൊരു പ്രതിയായി ഒരു അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയല്ലേ. അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവർക്കെതിരായിട്ടുള്ള കുറ്റം എന്താണ്? ഒരു മനുഷ്യനെ കൊന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യനെ കൊന്നു എന്നുള്ള ആരോപണ വിധേയായി നിൽക്കുന്ന സ്ത്രീ തന്നെ ചിലരൊക്കെ അധിക്ഷേപിച്ചു, അപകീർത്തിപ്പെടുത്തി, അപമാനിച്ചു എന്ന് പറഞ്ഞ് നിയമ നടപടിക്ക് പോകുന്നു എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു കാര്യമല്ലേ. സ്വാഭാവികമായി അവർക്ക് വിമർശനം വരും. നമ്മളപ്പം ഇവരെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഇവരിപ്പോൾ പറയുന്നത് അവർക്ക് മാനഹാനി ഉണ്ടായി, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണല്ലോ ഇവർ പറയുന്നത്. പക്ഷേ ഇവരുടെ പ്രവർത്തനം കൊണ്ട് മരിച്ചുപോയ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അവരുടെ 2 കുട്ടികളും ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയല്ലേ. അവർക്കുണ്ടായിട്ടുള്ള മാനഹാനിയെ കുറിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? അവർക്കുണ്ടായിട്ടുള്ള അപമാനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അവർക്ക് യഥാർത്ഥത്തിൽ അപമാനം, മാനഹാനിയും അപകീർത്തിയുമാണോ ഉണ്ടായത്? അവർക്ക് അവരുടെ ഭർത്താവിനെയും ആ കുട്ടിയുടെ അച്ഛനെയും അല്ലേ നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെടുത്താൻ കാരണക്കാരിയാണെന്ന് നിയമം പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒരു സ്ത്രീ അവർ വന്നിട്ട് ഇതുപോലെ പറയുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗതികെട്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്, എത്ര പരിതാപകരമായിട്ടൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. മറ്റ് തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ പിരിച്ചെന്ന് PP ദിവ്യ ചോദ്യം ചെയ്യാൻ പോകുന്നു.
പുറത്തിറങ്ങി വന്നിട്ട് റോഡിൽ നിന്ന് നാട്ടുകാർ കൈവീശി കാണിക്കുന്നു. ഇന്നലെ മാധ്യമങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അഹങ്കാരം കൂടി വരികയല്ലേ ഇപ്പം? എന്നെ ആരും ചെയ്യില്ല, പാർട്ടി ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ നിയമ സംവിധാനം സമ്പൂർണമായി തകർന്നതിന്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ഒരു അനാർക്കി, ഒരു ലോലെസ്നെസ് ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഇതുപോലൊരു കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇത്തരത്തിൽ പിന്നെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ പുച്ഛിക്കുന്ന നിലയിൽ എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? ഒരു സാധാരണക്കാരൻ ഇതുപോലൊരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആരെയും പിന്നെ കണക്കിലെടുക്കാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? കഴിയില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യാവസാനമുള്ള പിന്തുണ ഈ കൊലക്കേസിലെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും അവർ ഈ കേസിൽ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടും CPM എന്ന് പറഞ്ഞ പാർട്ടി തന്റെ പുറകിൽ ആദ്യാവസാനം ഉണ്ട് എന്നത് ഒരു അഹങ്കാരമായി അവർ കൊണ്ടു നടക്കുന്നത് കൊണ്ടും CPM എന്ന് പറഞ്ഞ പാർട്ടി പരിപൂർണമായിട്ട് അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്ന CPM ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്ന ആലോചിക്കുക. ഈ മരണത്തിന് കാരണക്കാരി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതും ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ടുള്ള ഈ സ്ത്രീ കൈയും പൊക്കി പിടിച്ചുകൊണ്ട് വളരെ അഗ്രസീവായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നവീൻ ബാബു എന്ന് പറഞ്ഞ ഭാര്യയുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ചു, അവരുടെ കുട്ടികളെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പം നമ്മൾ എത്ര ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കി. ഇവര് CPMന്റെ പിന്തുണയുള്ളത് കൊണ്ടല്ലേ ഇവർ ഇത്രയും കൂടുതൽ അഹങ്കരിക്കുന്നത്? അതല്ലെങ്കിൽ ഇതുപോലൊരു കേസിലുള്ള പ്രതിക്ക് ഇങ്ങനെ അഹങ്കരിക്കാൻ കഴിയുമോ? ഇപ്പോൾ പോലീസിന് മുന്നിൽ ചെന്ന് ചോദ്യം ചെയ്തതിന് ശേഷം അവർ വളരെ ധാർഷ്ട്യത്തോടുകൂടിയും ആത്മധൈര്യത്തോടുകൂടിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് നിലയിലാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ? ഇതിൽ നിന്നൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്നുള്ളതും വ്യക്തമല്ലേ? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഈ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിനോട് കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള നീതി നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോടതി നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണത്തിലൂടെ അല്ലാതെ അത് സാധ്യമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് PP ഇടുമ്പോൾ അത് മാധ്യമങ്ങളുടെ നേരെയുള്ള ഒരു ഭീഷണിയാണോ? അല്ല, മാധ്യമങ്ങളുടെ നേരെയുള്ള ഒരു ഭീഷണി എന്നുള്ള നിലയിലല്ല നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഭരണ പാർട്ടിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പിന്തുണ. ഇവിടുത്തെ ഭരണ പാർട്ടി അവരെ ഒന്നും ചെയ്യില്ല എന്നുള്ള അവരുടെ ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നത്. അതല്ലാതെ മാധ്യമങ്ങളെ ഭീഷണി എന്നുള്ളതല്ല. നിങ്ങൾ എനിക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കേസ് കൊടുക്കും, ഇനി ഒന്നും പറയാൻ പാടില്ല. കേസ് കൊടുക്കും പറയുന്നത് അല്ല, കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ കേസ് കൊടുക്കാനുള്ള സാധ്യതയൊന്നും വലുതായിട്ട് അതിനകത്ത് ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ തന്നെ 10-23 വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. എനിക്കതിന് ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പിന്നെ സംശയലേശമന്യേ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് കേസ് കൊടുക്കലൊന്നും അല്ല ഇതിനകത്ത് കാര്യം. ഇതൊക്കെ തന്നെ തന്റെ ഒരു ധൈര്യം, നിങ്ങളൊക്കെ എനിക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജനങ്ങളെയും മാധ്യമങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ കേസ് കൊടുക്കാനാണ്, ആർക്കെതിരെ കേസ് കൊടുക്കാനാണ്? എത്രയോ പേര് ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നു, എത്രയോ യൂട്യൂബിൽ ഇതിനെതിരെ വന്നിരിക്കുന്നു, എത്രയോ മാധ്യമം. അപ്പൊ ആ കേസ് കൊടുക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം ഇതാണ്, ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള സ്ത്രീ പുറത്തിറങ്ങി വന്നിട്ട് താൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എന്റെ ഒപ്പമാണെന്ന് പറയുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള സ്ത്രീ വന്നിട്ട് അവര് ഗ്വാഗ്വാ വിളി നടത്തുന്നു, അവര് പിന്നെ ആളുകളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പം ഒരു കൊലക്കേസിലെ പ്രതി ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ പൊതുമണ്ഡലത്തിന് മുമ്പിൽ വളരെ അഗ്രസീവായി നിൽക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ ക്രമസമാധാന നിലയാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദിവ്യക്കൊപ്പം പാർട്ടിയുള്ള കാലം അത്രേ പോലീസിനും മാധ്യമങ്ങൾക്കും ദിവ്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം പോലീസ് പിണറായി വിജയന്റെ വീട്ടുജോലിക്കാരാണെന്നുള്ളതും അവരുടെ അടുക്കളപ്പണിക്കാരാണെന്നുള്ളതും ഞാൻ പറഞ്ഞു.
പക്ഷെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം ഇത്രയേറെ ചർച്ചയായതിന് കാരണം എന്താ? ഈ വിഷയം ഇത്രയേറെ ചർച്ചയായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളാണ്. പൊതുജനങ്ങൾ ഇതിനകത്ത് ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് ശക്തമായ നിലപാടെടുക്കേണ്ടി വന്നത്. മനസ്സിലായി? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ജുഷയോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ പോരാട്ടം തുടരണം, നിങ്ങൾ പോരാട്ടം ജയിക്കും, അതിന്റെ കാരണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് പോരാട്ടം തുടരണം, അതിന്റെ കാരണം ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. മനസ്സിലായി? അതേസമയം തന്നെ ഈ കള്ളത്തെളിവുണ്ടാക്കാനും സാക്ഷികളെ കൂറുമാറ്റിക്കാനും മരണപ്പെട്ട നിങ്ങളുടെ ഭർത്താവിനെ അഴിമതിക്കാരനാണെന്ന് പറയാനും ഒരുപക്ഷെ നിങ്ങളെപ്പോലും ഈ പറഞ്ഞ പോലെ പിന്നെ അവിശുദ്ധ ബന്ധങ്ങൾ ഉള്ളവരാണ് എന്ന് പറയാൻ പോലും മടിക്കാത്ത ഒരു കാട്ടാള സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് എന്നാണ് ഞാൻ മഞ്ജുഷയോട് പറഞ്ഞത്. നമുക്കറിയാം പാറയിൽ സാജൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാറയിൽ സാജന്റെ ഭാര്യയ്ക്ക് അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞവന്മാരാണ് ഈ കാട്ടാളന്മാര്. മനസ്സിലായി? അതുകൊണ്ട് അത് അവർക്കെതിരെ പറയും. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വന്നപ്പോൾ 2 ഡസൻ സാക്ഷികളെ കൂറുമാറ്റിയവന്മാരാണ്. ആളുകളെ കൂറുമാറ്റും. ഇയാൾ അഴിമതിക്കാരനാണെന്ന് പറയും, ഇയാൾ കൈക്കൂലി മേടിച്ചെന്നുള്ളതിന് കള്ളത്തെളിവുണ്ടാക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. നിങ്ങളുടെ പോരാട്ടം ഇതിലൊന്നും നിർത്തി നിങ്ങൾ തിരിച്ചു പോകരുത്. നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ പോരാടണം. നിങ്ങൾ പോരാടുകയും സമരം ചെയ്യുകയും ചെയ്താൽ ജനങ്ങളും മാധ്യമങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അന്തിമമായി നിങ്ങൾ ഈ പോരാട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അവരത് അങ്ങനെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ ദിവ്യയെ പോലെയുള്ള ഇത്തരം ക്രിമിനലുകളൊന്നും ആത്യന്തികമായി ജയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജനങ്ങൾ പൊതുമണ്ഡലം, ഞാൻ തന്നെ 10-23 വീഡിയോ ചെയ്തു, എത്രയോ എണ്ണം വൈറലായി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്, ഒരു വിഭാഗം പൊതുപ്രവർത്തകർ, എന്നെ പോലുള്ള ഒരു വിഭാഗം പൊതുപ്രവർത്തകരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പിന്തുണയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മഞ്ജുഷയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മഞ്ജുഷ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്നും നവീൻ ബാബുവിനെ കൊന്നവരുടെ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നത്. അപ്പോഴും വൻകിട നേതാക്കന്മാർ ജയിലിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം പറയാം. എന്നാൽ പോലും ആദ്യമായിട്ടാണ് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോകേണ്ട സ്ഥിതി വന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിന്റെ അതിശക്തമായിട്ടുള്ള പിന്തുണയുള്ളത് കൊണ്ട് മഞ്ജുഷ ഈ സമരത്തിൽ ജയിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം എന്നുള്ളത് ഞാനൊരു വീഡിയോയിലൂടെ അവരെ അറിയിച്ചിട്ടുണ്ട്.